എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഹായ്, എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉച്ചയൂണിനുള്ള 2 കറികളുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ പറമ്പിലുള്ള മുരിങ്ങയില കൊണ്ട് ഒരു കറിയും ഒരു തോരനുമാണ് ഞാൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം മുരിങ്ങയിലയൊക്കെ ഇവിടെ വൃത്തിയാക്കി അതിൻ്റെ ചിലന്തി വലയും ചെറിയ ചെറിയ വണ്ടുകളും പ്രാണികളും ഒക്കെ ഉണ്ട്, അതൊക്കെ കളഞ്ഞ് 2 പ്രാവശ്യം കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇതുകൊണ്ട് ഒരു തോരനും ഒരു കറിയുമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് മുന്നേ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടണേ. സപ്പോർട്ട് ചെയ്ത് അതിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. അപ്പം നമുക്ക് കറികൾ ഉണ്ടാക്കാൻ പോകാം. മുരിങ്ങയില കറിയുടെ അരപ്പിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. എന്താ, തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് കുറച്ച്, പിന്നെ ഒരു 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 2-3 ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 2-3 വെളുത്തുള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്, ഒരു 1/4 സ്പൂൺ നല്ല ജീരകം. ഇത്രയും സാധനങ്ങളാണ് മുരിങ്ങയില കറിക്ക് നമ്മൾ അരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. അതിന് വറുത്തിടാൻ വേണ്ടി നമ്മൾ ചെറിയുള്ളി 2-3 അരിഞ്ഞിട്ടുണ്ട്, ഒരു 3 വറ്റൽമുളകും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരന് വേണ്ട സാധനങ്ങൾ നോക്കാം. ഇതാ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് തോരന്. അതിന് ഒരു 1/2 സ്പൂൺ 1/2 സ്പൂൺ മുഴുവനായിട്ട് എടുത്തിട്ടില്ല, കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതിന് 2-3 ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി 3-4 അല്ലി വെച്ചിട്ടുണ്ട്, ഒരു 1/4 സ്പൂൺ ജീരകമുണ്ട്. പിന്നെ അതിന് നമുക്ക് വറുത്തിട്ടിട്ട് വേണം മുരിങ്ങയില വഴറ്റാനായിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള 2-3 ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു വറ്റൽമുളകും വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ആവശ്യമാണ്, പിന്നെ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം അരച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ മുരിങ്ങയില കറി വയ്ക്കാനുള്ള ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കിനി അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകും വറ്റൽമുളകും ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അതൊക്കെ കാണിച്ചതാ. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടുമ്പോൾ നമുക്ക് വറ്റൽമുളകും ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2-3 വറ്റൽമുളകും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും കൂടെ ഇട്ട് വഴറ്റാം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. കുറച്ച് മുരിങ്ങയില ഇട്ട് കൊടുക്കുന്നുള്ളൂ. കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മുരിങ്ങയില ആവശ്യമില്ല. കുറച്ച് മുരിങ്ങയില മതി, അതൊന്ന് വാടി വരട്ടെ. അപ്പം നമ്മുടെ മുരിങ്ങയില നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ കാണിച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറിയുള്ളി, വെളുത്തുള്ളി, നല്ല ജീരകം, ഇത്രയും സാധനം വെച്ച് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഈ വഴറ്റിയതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സി കഴുകി ഒരു ലേശം വെള്ളം കൂടെ ഒഴിച്ച്, ഈ മുരിങ്ങയിലക്കറി വെക്കുമ്പോൾ നമ്മളിത് തിളപ്പിക്കാൻ പാടില്ല. ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങയില കറി ഇവിടെ റെഡിയായി. അപ്പം നമ്മുടെ രുചിയേറും മുരിങ്ങയില കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിനകത്ത് നമ്മൾ പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്, ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്, ഉപ്പ് ആവശ്യത്തിനെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഇത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഇനി തോരനുള്ള പരിപാടി നോക്കാം. മുരിങ്ങയില തോരൻ ഉണ്ടാക്കാനുള്ള ചീനിച്ചട്ടി അടുപ്പേ വെച്ചത് ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരല്പം ചെറിയുള്ളി അരിഞ്ഞതും ഒരു വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം.
ചേരട്ടെ, ചെറിയ ഉള്ളി പച്ചമുളകും. മുരിങ്ങയില തോരൻ ഉണ്ടാക്കാൻ നമ്മൾ മുരിങ്ങയിലയുടെ കൂടെ ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. മുരിങ്ങയില മാത്രവും നമുക്ക് തോരൻ വയ്ക്കാം. വേറെ ഒരു ഐറ്റം കൂടെ ചേർത്താണ് ഞാൻ ഇന്ന് തോരൻ ഉണ്ടാക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, കോഴിമുട്ട. ഇത് എനിക്കിവിടെ കുറച്ച് കോഴികളുണ്ട്, അവർ തന്ന മുട്ടയാണ്. അപ്പം അവരെയൊക്കെ നമുക്ക് വീഡിയോയിൽ പുറകെ നമുക്ക് കാണാം. അപ്പം ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. മുരിങ്ങയില ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് വാടും. മുരിങ്ങയില ആയതുകൊണ്ട് തന്നെ നമുക്ക് തീ കാണുമ്പോൾ തന്നെ അത് പെട്ടെന്ന് വാടും. മുരിങ്ങയില നന്നായിട്ട് വാടിയിട്ടുണ്ട്. അത് നമ്മളൊരു സൈഡിലേക്കൊക്കെ നീക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഈ മുട്ടയുടെ പുറത്തേക്ക് നമുക്ക് ലേശം ഉപ്പൊന്ന് വിതറി കൊടുക്കാം. ഒരു സെക്കൻഡ് നേരം അതൊന്നും അവിടെ വെന്തോട്ടെ. ഉടനെ തന്നെ അത് ഉടച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഒരു സെക്കൻഡ് അതൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി വലിയ വലിയ കഷ്ണങ്ങളായിട്ട് ചിക്കി എടുക്കാൻ പറ്റും. നമ്മുടെ മുട്ടയൊന്ന് നമുക്ക് ചിക്കി പൊരിച്ചു കൊടുക്കാം. ഈ മുരിങ്ങയിലയായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. യോജിപ്പിച്ചിട്ട് നമുക്ക് കാണാം. നമ്മുടെ മുട്ടയും മുരിങ്ങയിലയും കൂടെ ഇങ്ങനെ ചിക്കി പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചതച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി, ചെറിയുള്ളി, നല്ല ജീരകം, ഇത്രയും സാധനം ചതച്ചെടുത്തിരിക്കുന്നതാണ്. ഇതുകൂടെ ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അരപ്പിട്ട് കഴിഞ്ഞ് നമുക്കൊരു ലേശം ഉപ്പ് കൂടെ ഇട്ടിട്ട് ഒരു സെക്കൻഡ് നേരം ഇതൊന്ന് അടച്ചു വയ്ക്കാം. ആ അരപ്പിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ്. ഒരു ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെച്ചാൽ. മുരിങ്ങയിലത്തോരൻ്റെ അടപ്പ് മാറ്റി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. മുരിങ്ങയിലയും മുട്ടയും ആ അരപ്പും കൂടെ ഒന്ന് കൂട്ടി യോജിച്ച് ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ രുചികരമായ മുട്ട മുരിങ്ങയില തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് ഒരുപാട് നേരം വേവൊന്നുമില്ല, രണ്ടിനും വേവ് കുറവാണ്. അരപ്പിൻ്റെ പച്ചച്ചുവ പോകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചത്. ഇനി ഇത് ഇളക്കി ചേർത്ത് 2 കറികളും പാത്രങ്ങളിൽ എടുത്തതിന് ശേഷം കാണാം. നമ്മൾ ഇന്ന് ഉച്ചയൂണിന് തയ്യാറാക്കിയ മുരിങ്ങയില കൊണ്ടുള്ള 2 കറികളാണ് ഇവിടെ പാത്രങ്ങളിൽ എടുത്തു വെച്ചിരിക്കുന്നത്. മുരിങ്ങയില കറിയുണ്ട്, തേങ്ങയൊക്കെ അരച്ച് ചേർത്ത മുരിങ്ങയില കറിയുണ്ട്. അതുപോലെ മുട്ടയും മുരിങ്ങയിലയും കൂടെ ചേർത്തുള്ളൊരു തോരനാണ്. മുരിങ്ങയില മാത്രം തോരൻ വെച്ചാലും നല്ലതാണ്. മുട്ടയിട്ട് വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ അതിന് രുചിയും ഗുണവും ഒക്കെ കൂടും. അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ തന്നെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടാറ്റാ. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.